ഹേ ടീം. പൊതുവേ നമ്മൾ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നെ ഒരേ സംഭവം തന്നെ നമുക്ക് ഒരുപാട് പ്രാവശ്യം ചെയ്യേണ്ടി വരും, റിപ്പീറ്റേഷൻ ചെയ്യേണ്ട കേസുകൾ വരും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പ്രോഗ്രാമിങ്ങിൽ നമുക്ക് വരുന്ന ഒരു കേസാണ്, ഒരു കോമൺ ആയിട്ട് വരുന്നൊരു കേസാണത്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ, എനിക്കിവിടെ എക്സ്പെൻസസ് എന്ന് പറയുന്ന ഒരു അരയുണ്ട്, ഒരുപാട് അരയുണ്ട്. ഞാൻ തൽക്കാലം കുറച്ച് വാല്യൂസേ ഉള്ളൂ. ലെറ്റ്സ് ഒരു 500 നമ്പറുകളുണ്ട്. എനിക്ക് ഈ ഒരു മാസത്തിൽ വന്നിട്ടുള്ള എക്സ്പെൻസസ് ആണ്. അതിനെല്ലാം ഞാൻ ഇതേപോലെ ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണ്ട എന്താണ്, അതെല്ലാം കൂടെ അതെനിക്ക് ടോട്ടലി ഇതിൻ്റെ ടോട്ടൽ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിന് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ നമ്പർ എടുക്കുക. ഞാൻ നേരത്തെ നമ്മൾ ചെയ്ത പോലെ സം എന്നുള്ളൊരു വേരിയബിൾ എടുക്കുന്നു. എന്നിട്ട് ഈ ആദ്യ നമ്പറും ആ സം ഈക്വൽ ടു സം പ്ലസ് നമ്പർ എടുക്കുക. അങ്ങനെ ചെയ്യാം. എന്നിട്ട് അടുത്ത നമ്പർ എടുക്കുക, അതിന് ഇതേപോലെ ചെയ്യുക. അതിങ്ങനെ റിപ്പീറ്റഡ് ആണ് എനിക്ക് ചെയ്യേണ്ടത്. അങ്ങനെ എല്ലാം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ, എല്ലാ നമ്പറിനെയും കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും, അല്ലേ? അപ്പോൾ ഇതേപോലെ നമുക്ക് ഇതേപോലെ പല സിനാരിയോസ് വരും. ഇപ്പോൾ നമ്മുടെ ഒരു ആമസോണിൻ്റെ ആപ്ലിക്കേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ പ്രോഡക്ട്സിനെ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടതെല്ലാം ഒരേ പ്രോസസ്സുകൾ തന്നെയാണ് ചെയ്യേണ്ടത്, അല്ല? അപ്പോൾ ഇതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ വരും. ഇങ്ങനത്തെ കേസിൽ നമുക്ക് പ്രോഗ്രാമിങ്ങിൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഉപയോഗിക്കുന്നതാണ് ലൂപ്പിംഗ് എന്ന് പറയുന്നത്. ലൂപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഐട്രേറ്റീവ് ആയിട്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഞാൻ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇതൊരു അരയാണ്, നമ്പറിൻ്റെ അരയാണ്. ഇതിൽ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇത് കുറച്ചെണ്ണം ആയതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും 5 എണ്ണം ഉള്ളത് എന്നുള്ളത്. കുറേ എണ്ണം ഉണ്ടെങ്കിലോ നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ നമ്മളെ കേസിൽ നമുക്ക് ശരിക്കും എത്ര ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വാർ കൗണ്ട് ഈക്വൽ ടു നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്പെൻസസ് അരേ ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അതിൽ എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് അറിയാൻ പറ്റും എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമുക്ക് വേണ്ട എത്രയാണ്, ഇവിടെ എത്ര എണ്ണം ഉണ്ടോ അത്രയും പ്രാവശ്യമാണ് നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടത്. ഈ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടത്. അങ്ങനത്തെ കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റിലും എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള ഒരു ലൂപ്പാണ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ലൂപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വേരിയബിളിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ പൊസിഷൻ ബേസ് ചെയ്തിട്ടാണ്, 0th പൊസിഷൻ, 1st, 2nd, 3rd, 4th ഇങ്ങനെ പൊസിഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലൂപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ബേസിൽ ഇതിവിടെ നമുക്ക് ശരിക്കും ഇതിൻ്റെ എണ്ണാണല്ലോ ഉള്ളത്, ആ എണ്ണത്തിനെ നമ്മൾ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ലൂപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ വാർ ഐ ഈക്വൽ ടു ഐ എന്നുള്ള ഒരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തതാണ്. ഇൻഡെക്സ് എന്നുള്ളതിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് ഐ നമ്മൾ ഉപയോഗിക്കുന്നത്. ഐ ഈക്വൽ ടു 0 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറേ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ അറേൻ്റെ ഏതെങ്കിലും പൊസിഷനിലുള്ള ഒരു എലമെൻറ്റിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ അറേൻ്റെ നെയിം പിന്നെ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ആ പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പൊസിഷനിലുള്ള വാല്യൂവിനെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വാർ ഐ ഈക്വൽ ടു 0, പിന്നെ ഫോർ ലൂപ്പിന് നമുക്ക് ശരിക്കും 3 ഏരിയകളാണുള്ളത്. ആദ്യത്തെ പാർട്ട് ഇനീഷ്യലൈസ് ചെയ്യുന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ പാർട്ട് നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതാണ്. മൂന്നാമത്തെ പാർട്ട് വാല്യൂവിനെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഉണ്ടാവുക. ഓക്കെ, ഓക്കെ, ഞാനിവിടെ വന്നിട്ട് ഫോർ ലൂപ്പ് ജാവാസ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ പാർട്ട് ഇനീഷ്യലൈസ് ചെയ്യുന്നത് കണ്ടീഷന്, പിന്നെ ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് അല്ലെങ്കിൽ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ഈ ഇൻഡെക്സ് എന്നുള്ളത് ഞാൻ 0 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എത്ര പ്രാവശ്യം നമുക്ക് ലൂപ്പ് ചെയ്യണം, അതിൻ്റെ ഞാൻ 1 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1, 2, 3, 4, 5 അല്ലേ, 5 ആണ് ഇതിൻ്റെ എത്ര എലമെൻ്റ് ഉണ്ടോ അത്രയും പ്രാവശ്യം. അപ്പോൾ നമ്മൾ 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ വരെ, അതിന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ അത്രയും വരെ. അപ്പോൾ ഞാനിവിടെ തൽക്കാലം ഈക്വൽ ടു കൊടുക്കുന്നില്ല, ലെസ് താൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. എന്തിനാ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ആദ്യത്തെ പ്രാവശ്യം 0th പൊസിഷനിലുള്ളത് എടുത്തോ, രണ്ടാമത്തെ
1 2 3 പിന്നെ എനിക്ക് 4 വരെ പോയാൽ മതി. അല്ലാതെ ഇതിൽ ശരിക്കും കൗണ്ടിൽ എനിക്ക് കിട്ടൽ എത്രയാണ്? 5 ആണ് ശരിക്കും എനിക്ക് കൗണ്ട് കിട്ടുക. 5 വരെ എനിക്ക് പോകേണ്ട ആവശ്യമില്ല. 5ൻ്റെ തൊട്ട് താഴെ വരെ എനിക്ക് നിന്നാൽ മതി. 5 ആണെങ്കിൽ എനിക്ക് പിന്നെ അടുത്ത 5 ഫിഫ്ത്ത് എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്, നമ്മളെ സംബന്ധിച്ച് 5 ഉള്ളൂ, ആറാമത്തെ ഒന്നും ഇല്ല. അപ്പോൾ ശരിക്കും എനിക്ക് നള്ളായിരിക്കും കിട്ടുക. അതുകൊണ്ട് ഞാൻ 5 വരെയുള്ളത് മാത്രമേ പോകുന്നുള്ളൂ. പക്ഷെ ലെസ് ദാൻ മാത്രമേ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ എനിക്ക് ചെയ്യേണ്ട എന്താണ്, ആദ്യം ഞാൻ 0th എടുത്തു, പിന്നെ അതിക്ക് 1 കൂട്ടിക്കഴിഞ്ഞാലാണ് അടുത്തത് കിട്ടുന്നത്. അതിക്ക് ഒന്നുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് 2 കിട്ടും. അതിക്ക് ഒന്നുകൂടെ കിട്ടിയാൽ 3 കിട്ടും. അപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് ഇൻക്രിമെൻ്റ് ആണ്. ഇൻക്രിമെൻ്റ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് i+1. നേരത്തെ നമ്മൾ കൊടുത്ത i എന്ന് പറയുന്ന വേരിയബിൾക്ക് അതിൻ്റെ വാല്യൂ ഒന്ന് ഞാൻ കൂട്ടിയിട്ട് കൊടുത്തു. ഇങ്ങനെ നമുക്ക് ഈ പിന്നെ ഇതേപോലെ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ i+1 ഇങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് ശരിക്കും വേറൊരു സിൻറ്റാക്സും കൂടെ അവൈലബിൾ ആണ്. i++ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂവിനെ അതിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടുന്ന കേസിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഞാൻ പക്ഷേ ഐക്ക് പകരം i+i+5 ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ i+n ഉപയോഗിക്കുകയാണ്. ആ കേസിലൊന്നും നമുക്കതിനെ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. i+i+1 കൊടുക്കുന്ന കേസിലാണെങ്കിൽ ജസ്റ്റ് i++ കൊടുക്കാൻ പറ്റും. അതേപോലെ i=i-1 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് i മൈനസ് എന്നുള്ളത് ഉപയോഗിക്കാൻ പറ്റും. അതൊരു ഷോർട്ട് ഹാൻഡ് സിൻറ്റാക്സ് ആണ്. അപ്പോൾ ഞാനിവിടെ i=i+1 കൊടുക്കാം, അല്ലെങ്കിൽ i++ എന്ന് കൊടുക്കാൻ പറ്റും. ഇവ ഇങ്ങനെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് കുറച്ച് കോഡ് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ ആദ്യം ഞാൻ var sum =0 എന്നുള്ളത് ഞാൻ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, sum പ്ലസ് വേണ്ട എന്താണ്, ഈ എക്സ്പെൻസസിൻ്റെ ഉള്ളിലുള്ള ആദ്യത്തെ വാല്യൂനെ കിട്ടണം. ആദ്യത്തെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൂപ്പ് റൺ ചെയ്യുന്ന സമയത്ത് ഈ ലൂപ്പ് റൺ ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വന്നിട്ട് ഇനീഷ്യലൈസ് ചെയ്യും. ഓക്കെ, ആദ്യം വന്നിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ട് ഈ കണ്ടീഷൻ നോക്കും. ഈ കണ്ടീഷൻ ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളത് നോക്കും. ഇത് ട്രൂ ആണെങ്കിൽ നമ്മുടെ കേസിൽ അതിൻ്റെ വാല്യൂ 0 ആണ്, കൗണ്ടിൻ്റെ വാല്യൂ 5 ആണ്. അപ്പോൾ 0 എന്ന് പറയുന്നത് 5-നേക്കാളും ചെറുതാണോ നോക്കി. അപ്പോൾ ഈ കണ്ടീഷന് മിഡിൽ ആദ്യത്തെ സെമിക്കോളൻ കഴിഞ്ഞ് രണ്ടാമത്തെ സെമിക്കോളന് മിഡിൽ കൊടുക്കുന്ന ഈ ഒരു കണ്ടീഷൻ്റെ പോർഷന് റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആണെങ്കിൽ, അതിൻ്റെ റിസൾട്ട് ട്രൂ ആണെങ്കിൽ മാത്രം ഈ കേർലി ബ്രേസിൻ്റെ ഉള്ളിലുള്ള സ്ഥലത്തോട്ട് പോകും. അല്ലെങ്കിൽ നേരെ ഈ താഴെയുള്ള ഇവിടെ ഈ നെക്സ്റ്റ് ലൈനിലോട്ട് പോകും. ഇങ്ങനെ ശരിക്കും ഉണ്ടാവും. അപ്പോൾ ഇവിടെ 0 ആണ്, 0 എന്ന് പറയുന്നത് 5-നേക്കാളും ചെറുതാണ്, അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് പോയി. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ എത്തിയ സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, 0th പൊസിഷനിലുള്ള നമ്പറിനെ നമുക്ക് കിട്ടണം. ആ നമ്പറിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എക്സ്പെൻസസ് ഓഫ് i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ 0th പൊസിഷനിലുള്ള നമ്പറിനെ നമുക്ക് കിട്ടി. സമ്മ് ആദ്യം 0 ആണ്, അപ്പോൾ sum പ്ലസ് 0th പൊസിഷനിലുള്ള വാല്യൂ, അപ്പോൾ 100 എന്നുള്ളത് കിട്ടി. അപ്പോൾ ഈ 100നെ സമ്മിൻ്റെ കൂടെ 0ൻ്റെ കൂടെ കൂട്ടിയപ്പോൾ സം തന്നെ കിട്ടി. എന്നിട്ട് ഈ വേരിയബിൾ നമ്മൾ വീണ്ടും എടുത്ത് വെച്ചു. ഓക്കെ, അപ്പോൾ ഈ ഫോർ ലൂപ്പ് ശരിക്കും വർക്ക് ചെയ്യുക, ഞാൻ പറഞ്ഞു ആദ്യം ഇനീഷ്യലൈസ് ചെയ്യുന്നു, പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, എന്നിട്ട് ഇത് ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോട്ട് വന്നിട്ടുള്ള കോഡിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ ലാസ്റ്റ് ലൈൻ ഈ ക്ലോസിംഗ് കേർലി ബ്രേസ് കണ്ടു കഴിഞ്ഞാൽ ഇത് നേരെ ചെയ്യാം, ഇങ്ങോട്ട് പോകും, ഇതിൻ്റെ ലാസ്റ്റ് പോർഷനിലോട്ട് പോകും. ലാസ്റ്റ് പോർഷനിൽ ഇതിൻ്റെ ഐൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. നമുക്ക് ഇൻക്രിമെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ 5 വെച്ചിട്ട് കൂട്ടാം, എന്ത് വെച്ചിട്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഇതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ വന്നിട്ട് നമ്മൾ നോക്കും ഈ വാല്യൂ ചേഞ്ച് ചെയ്തതിന് ശേഷവും ഈ കണ്ടീഷൻ ട്രൂ ആണോ എന്നുള്ളത്. ട്രൂ ആണെങ്കിൽ മാത്രം ഉള്ളോട്ട് കിടക്കും, ഇല്ലെങ്കിൽ നേരെ ബ്രേക്ക് ചെയ്യും, പുറത്തോട്ട് കിടക്കും. ഇങ്ങനെ ശരിക്കും ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പിന്നെ നമ്മുടെ കേസിൽ പിന്നെ ഇൻക്രിമെൻ്റ് ചെയ്തു, 1 ആയി. 1 ആയിട്ട് 1 എന്നുള്ളത് 5-നേക്കാളും കുറവാണ്. അപ്പോൾ ട്രൂ ആയതുകൊണ്ട് ഇങ്ങോട്ട് പോയി. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന 100 സമ്മിൽ 100 ഉണ്ട്. എന്നിട്ട് അത് കൂടാതെ നമുക്ക് പിന്നെ ഇപ്പോൾ ഉള്ള അതിൻ്റെ വാല്യൂ 1 ആയല്ലോ. 1 എന്ന് പറയുന്ന പൊസിഷനിലുള്ള 500 എടുത്തു. ആ 500ഉം 100ഉം കൂടെ കൂട്ടിയിട്ട് 600 എന്നുള്ള സമ്മിൽ സ്റ്റോർ ചെയ്തു. ഇങ്ങനെ ഓരോരോ പിന്നെ വീണ്ടും ഇങ്ങോട്ട് വന്നു, വാല്യൂ മാറി 2 ആക്കി, കണ്ടീഷൻ നോക്കി, ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോട്ട് വന്നു. ഇങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുക. ഇതാണ് ഫോർ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. അന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഇൻസ്പെക്ട് ചെയ്യാണ്. സോഴ്സസിൽ വന്നു, ഞാനിവിടെ ഒരു ബ്രേക്ക് പോയിൻ്റ് ഇട്ടു. ഓക്കെ,
ഇപ്പോൾ ഞാൻ ഈ കോഡ് എഴുതിയിട്ടുള്ളത് സ്ക്രിപ്റ്റിനുള്ളിൽ ഡയറക്റ്റാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് പേജ് ലോഡ് ചെയ്യുന്ന സമയത്താണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ വന്നു. ഇപ്പോൾ എക്സ്പെൻസസ് ഉണ്ട്. ഞാനിവിടെ ഈ സ്റ്റെപ്പ് ഓവർ കൊടുത്തു. അപ്പോൾ ഈ കൗണ്ട് എന്ന് പറയുന്ന വേരിയബിൾ നമുക്ക് കിട്ടിയത് 5 ആണ്. കാരണം ഈ അരയിൽ 5 എണ്ണമാണുള്ളത്. അപ്പോൾ നമുക്ക് 5 എന്നുള്ളത് നമുക്ക് ഈ കൗണ്ട് എന്ന് പറയുന്ന വേരിയബിൾ കിട്ടി. ഇപ്പോൾ ഈ സം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു? 0 ആക്കിയിട്ട് വെച്ചു. അപ്പോൾ ഈ സമ്മിൽ നമുക്ക് 0 ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാണ്? ഞാൻ പറഞ്ഞ ആദ്യം എക്സിക്യൂട്ട് ചെയ്യൽ ഇനീഷ്യലൈസേഷൻ്റെ സ്റ്റെപ്പാണ്. ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് കിടക്കുന്നത് ഇനീഷ്യലൈസേഷൻ്റെ സ്റ്റെപ്പാണ്. ഞാനിവിടെ ഇത് എക്സിക്യൂട്ട് ചെയ്തു. എന്നിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോകുന്നത് എങ്ങോട്ടാണ്? ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യാനാണ്. മിഡിലുള്ള ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യാനാണ്. ആ കണ്ടീഷൻ നോക്കി, ആ കണ്ടീഷൻ നമ്മുടെ കേസിൽ 0 എന്ന് പറയുന്നത് 5-നേക്കാളും ചെറുതാണ്. അപ്പോൾ അത് ട്രൂ ആയിപ്പോൾ എന്ത് ചെയ്തു? നേരെ ഇതിൻ്റെ ഉള്ളിലോട്ട് പോയി ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്തു. ഇതിൻ്റെ ഉള്ളിലുള്ള എത്ര ലൈൻ ഓഫ് കോഡ് ഉണ്ടോ അത്രയും ലൈൻ ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ സമ്മ് 0 ഉണ്ട്. പിന്നെ എക്സ്പെൻസസ് ഓഫ് ഐ എന്ന് പറയുന്നത് നമുക്ക് 100 കിട്ടും. ഓക്കെ, അത് നോക്കാം. നമുക്ക് എന്ത് ചെയ്തു? എക്സ്പെൻസസ് ഓഫ് 0 100 കിട്ടി. എന്നിട്ട് 0യും അതും കൂടെ കൂട്ടിയിട്ട് ഇപ്പോൾ ഫൈനൽ സമ്മ് നമുക്ക് 100 ആണ് കിട്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നേരെ എങ്ങോട്ടാണ് പോയത്? ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ ആയിട്ടുള്ള ഇങ്ങോട്ട് പോയിട്ട് അത് അപ്ഡേറ്റ് ചെയ്യാണ്. വാല്യൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. അതിൻ്റെ വാല്യൂ 0 + 1 എന്നുള്ളത് 1 ആക്കിയിട്ട് നമ്മൾ മാറ്റി. അത് കഴിഞ്ഞാൽ നേരെ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഇനീഷ്യലൈസ് ചെയ്തു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ട്രൂ ആണെങ്കിൽ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. പിന്നെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്നു. ആ വാല്യൂ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇമ്മീഡിയറ്റ്ലി കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അത് ട്രൂ ആണെങ്കിൽ വീണ്ടും ഉള്ളിലോട്ട് പോകുന്നു. ഓക്കെ, വീണ്ടും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഈ വാല്യൂ ചേഞ്ച് ചെയ്യുന്ന ലാസ്റ്റ് പോർഷനിലോട്ട് വരുന്നു. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. വീണ്ടും ഉള്ളിലോട്ട് പോകുന്നു. ട്രൂ ആയതുകൊണ്ട് ഉള്ളിലോട്ട് പോകുന്നു. വീണ്ടും ഇവിടെ വരുന്നു. ഇപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ ഇവിടെ കർസർ വെച്ച് നോക്കി ഞങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയാണുള്ളത്? 2 ആണുള്ളത്. ഓക്കെ, ഇപ്പോൾ 3 ആയി. അപ്പോൾ അതിൻ്റെ വാല്യൂ എത്ര ആയിട്ടുള്ള? 4 ആയിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ അതിൻ്റെ വാല്യൂ 4 ആണ്. കൗണ്ട് എന്ന് പറയുന്നത് 5 ആണ്. ഇപ്പോൾ ഈ ഇൻക്രിമെൻറ്റോട് കൂടി അതിൻ്റെ വാല്യൂ 5 ആയി. അപ്പോൾ 5 എന്ന് പറയുന്നത് 5-നേക്കാളും ചെറുതാണോ? അല്ല, 5 ഈക്വൽ ടു 5 ആണ്. പക്ഷേ 5-നേക്കാളും ലെസ് ദാൻ അല്ല. അങ്ങനെ ലെസ് ദാൻ അല്ലാത്തത് കൊണ്ട് ഈ കണ്ടീഷൻ ഫെയിലാവും, ഫാൾസ് വരും. ഫാൾസ് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിൻ്റെ പുറത്തുള്ള ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ബ്ലോക്കിലോട്ട് പോകും. അപ്പോൾ നമുക്കിവിടെ സമ്മ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കിട്ടിയിട്ടുണ്ട്. 1948 എന്ന് പറയുന്ന വാല്യൂ സമ്മ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുക. ഫോർ ലൂപ്പിന് 3 ഭാഗങ്ങളാണ്: ഇനീഷ്യലൈസേഷന്, കണ്ടീഷൻ ചെക്കിങ്, പിന്നെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു പോർഷൻ. ആ വാല്യൂ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ലൂപ്പിംഗ്. ഒരു എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും കോമൺ ആയിട്ട് വരുന്നൊരു ലൂപ്പിംഗ് ആണ് ഈ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമ്മളൊരു സിമ്പിൾ അറേ വെച്ചിട്ടുള്ള എക്സാമ്പിളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതല്ലാതെ നമുക്ക് പിന്നെ ഒബ്ജക്റ്റ് വെച്ചിട്ടും ഏത് രീതിയിൽ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. എന്ത് അറേ ആണെങ്കിലും നമ്മളെ സംബന്ധിച്ച് ഒരു പൊസിഷനിലുള്ള വാല്യൂനെ കിട്ടണമെന്നുണ്ടെങ്കിൽ അറേനെയും സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ഇൻഡെക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? അതിൻ്റെ ഉള്ളിലുള്ള വാല്യൂനെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഫോർ ലൂപ്പ്. ഈ ഫോർ ലൂപ്പ് വെച്ചിട്ടുള്ള കുറച്ചും കൂടി ഇനിയും അതേപോലെ കുറച്ചും കൂടി എക്സാമ്പിൾസ് നമ്മൾ ചെയ്യും. അത് കൂടാതെ ഫോർ ലൂപ്പ് മാത്രമല്ല, നമുക്ക് വേറെയും ലൂപ്പ്സ് അവൈലബിൾ ആണ്. ഓക്കെ, പ്രോഗ്രാമിങ്ങിൽ മെയിനായിട്ടും വരുന്ന 3 ലൂപ്പുകളാണ്. 1 ഫോർ ലൂപ്പ്, 2 വൈൽ ലൂപ്പ്, 3 ഡു വൈൽ ലൂപ്പ്. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ലൂപ്പിംഗ് ആണ് മിക്കവാറും എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലൂപ്പിങ്ങിൻ്റെ കാര്യങ്ങൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഏത് കേസാണെന്നുണ്ടെങ്കിലും, ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിലും HTML ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ വന്നിട്ട് സെർച്ച് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കുറച്ചും കൂടെ സിൻടാക്സുകൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്വിച്ച് കേസിൻ്റെ ആണെങ്കിലും ലൂപ്പിങ്ങിൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലൂപ്പിംഗ് ആണ്. ഫോർ, അതേപോലെ വൈൽ, ഡു വൈൽ, അങ്ങനത്തെ കുറച്ച് ലൂപ്പിംഗ് കൂടെ അവൈലബിൾ ആണ്. അങ്ങനത്തെ ആ ലൂപ്സും കൂടെ നമ്മൾ നോക്കും.